അതിനൊരു തീരുമാനമായി. കൂലി LCUലോ ബെൻസിലോ പെട്ട അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലും പെട്ട സിനിമ അല്ല എന്നുള്ളത് ലോകേഷ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ കൺഫേം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ നമ്മൾ കിടന്ന് വെറുതെ LCU ആണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് അത് ബോറിംഗ് ആയിരിക്കും. അതിന് പകരം ലോകേഷ് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. LCU ഷോർട്ട് ഫിലിം. ലോകേഷിന്റെ LCU സിനിമകൾ പോലെ ഒരു ചെറിയ അതിന്റെ ഒരു മിനിയേച്ചർ വെർഷനാണ് LCU ഷോർട്ട് ഫിലിം എന്നുള്ളത്. ഈ ഷോർട്ട് ഫിലിമിന്റെ ഡ്യൂറേഷൻ 10 മിനിറ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അത് കൺഫേം ആണോ അല്ലോ എന്ന് നമുക്കറിയില്ല. ഇതിന്റെ ഫൈറ്റ് ചെയ്യുന്നത് അൻപറിവാണ്, അത് ലോകേഷ് കൺഫേം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്, അതും കൺഫേം ചെയ്തിട്ടുണ്ട്. LCU ഫിലിംസ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന ഒരു എഡിറ്ററാണ് ഈ ഒരു ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു മിനിയേച്ചർ LCU സിനിമയാണ് ലോകേഷ് ഈ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യുന്നത്. ഈ ഒരു കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്. ഈ ഒരു ഷോർട്ട് ഫിലിം മെയിൻ ആയിട്ട് ലോകേഷ് ചെയ്യുന്നത് LCU എങ്ങനെ ഉണ്ടായി, LCUലെ ഈ ഫിലിമുകളെല്ലാം കൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സായി മാറിയത് എന്നുള്ളതിന്റെ ഒരു LCU ഒറിജിൻ സ്റ്റോറിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഉള്ളിൽ വരുന്നത്. LCU യൂണിവേഴ്സ് എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു നെയിം ഉൾപ്പെടെ ഓഡിയൻസ് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടാണ് ലോകേഷ് അത് കൺഫേം ചെയ്തിരിക്കുന്നത്. ആ ഒരു യൂണിവേഴ്സ് ഉണ്ടാവാനുണ്ടായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് കൈതീരെ റിലീസിന് ശേഷം അടുത്ത വിക്രം സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റ് കമൽഹാസനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആണ് ഇങ്ങനൊരു LCU എന്നുള്ളത് ഫോം ആവാനുണ്ടായ ആ ഒരു റീസൺ വരുന്നത്. കൈതി ഫിലിമിനകത്തുള്ള ആ ഒരു മെയിൻ ക്യാരക്ടറാണ് നരേൻ. ഈ ഒരു വിക്രം ഫിലിമിനകത്തും ആ ഒരു സെയിം ക്യാരക്ടറിനെ പോലത്തെ ഒരു ക്യാരക്ടർ വേണമെന്നുള്ള രീതിയിലായി ആ ഒരു ഡിസ്കഷൻ വന്നു. ലോകേഷിന് നരേനെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ എടുത്ത് വിക്രമിന്റെ ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊരു സ്പാർക്ക് വരില്ലേ, അതുപോലെ വന്ന ഒരു ഐഡിയ ആണ് നരേൻ എന്ന ക്യാരക്ടറിനെ എടുത്ത് വിക്രമിൽ പ്ലേസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നരേനെ എടുത്ത് വിക്രമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതൊരു ക്രോസ് ഓവർ ഫിലിമായിട്ട് മാറുന്നു. ഇതാണ് ഇൻസ്റ്റൽ സ്റ്റേജിലുണ്ടായ ആ ഒരു LCU എന്നുള്ള കോൺസെപ്റ്റിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നീട് ലോകേഷ് അത് കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു LCU ആയിട്ട് മാറി. നമ്മൾ തന്നെ ഒരു നെയിമും സജസ്റ്റ് ചെയ്തു. ആ നെയിം ലോകേഷ് അതിൽ അപ്ലൈ ചെയ്തു. നമ്മൾക്ക് വേണ്ടി നമ്മൾ കൊടുത്ത നെയിമിൽ ആ ഒരു സെയിം കോൺസെപ്റ്റ് വെച്ച് ഇന്ന് കാണുന്ന ഈ ഒരു LCU ആയിട്ട് ഫോം ചെയ്തു. ഇതാണ് LCU എന്ന ആ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആവാനുണ്ടായ ആ ഒരു ചെറിയ ഇൻസിഡന്റ്. ഈ ഒരു LCU ഷോർട്ട് ഫിലിം ഫസ്റ്റ് ഇറക്കുന്ന സമയത്ത് അത് അത്രത്തോളം നമ്മൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സക്സസ് നോക്കിയിട്ട് ഫിലിംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ചില സീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ സ്റ്റോറി ടെല്ലിംഗ് കഥകളൊക്കെ LCUന്റെ തന്നെ യൂണിവേഴ്സിൽ പെട്ട ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിം ആയിട്ട് പറയാൻ പറ്റും. ആ ഒരു ഓപ്ഷനും ലോകേഷ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നത്. ബെൻസ് ലോകേഷിന്റെ പുതിയ യൂണിവേഴ്സിലെ ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള ഒരു LCU പടമാണ് ബെൻസ് എന്ന് പറയുന്നത്. ഈ ബെൻസ് എന്ന ഫിലിമിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകേഷിന്റെ പുതിയ യൂണിവേഴ്സ് ആണ്. ഈ ഒരു യൂണിവേഴ്സിനകത്തേക്ക് വരുന്ന ഒരു ഫിലിംസിന്റെ ഒരു ഫുൾ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ലോകേഷ് കനകരാജ് എന്ന ഒരു ഡയറക്ടറിന്റെ ആവാൻ ചാൻസ് കുറവാണ്. ഈ ഒരു ബെൻസ് യൂണിവേഴ്സ് ഇറക്കി അത് അത്രയും സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഡയറക്ട് ചെയ്ത ഫിലിംസ് ആയിരിക്കും ഈ ബെൻസ് യൂണിവേഴ്സിൽ വരാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ LCU എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സിനെ ഇപ്പം കുറച്ച് സിനിമകളേ ഉള്ളൂ. ആ ഒരു യൂണിവേഴ്സിനെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ലോകേഷ് ശ്രമിക്കുന്നത്, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ലോകേഷ് എന്ന ഒറ്റ ഡയറക്ടർ നിന്നുകൊണ്ട് അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എന്തായാലും അതിന് വേണ്ടി എടുക്കും. ഒരുപാട് സിനിമകൾ ചെയ്യണം. അത് ഓരോന്ന് ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നാൽ മാത്രമേ അത് അത്രയും വലിയൊരു സ്കെയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഡിഫറെന്റ് ഡയറക്ടേഴ്സ് ലോകേഷ് ഇവിടെ വർക്ക് ചെയ്യുന്നതിന്റെ അതേ ടൈം തന്നെ അപ്പുറത്തെ യൂണിവേഴ്സിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു LCU എന്ന യൂണിവേഴ്സിനെ അവർക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ബ്രില്യൻസ് ആയിട്ടുള്ള ഐഡിയ ആണ് ലോകേഷ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ സെക്കൻഡ് യൂണിവേഴ്സ് എന്നുള്ളത് കണ്ടിന്യൂ ആവണമെന്നുണ്ടെങ്കിൽ ബെൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ സിനിമ സക്സസ് ആവണം. പുതിയ ഓരോ ക്യാരക്ടേഴ്സിനെയും ആ ഒരു ബെൻസിൽ ഇൻട്രോഡ്യൂസ് ചെയ്യും. അവിടേക്ക് ഒരു തുടക്കം, ഒരു ഇൻട്രോ കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും അത്. ആ ഒരു ക്യാരക്ടേഴ്സിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് സിനിമകൾ ആ ഒരു യൂണിവേഴ്സ് ചെയ്യാനായിട്ടാണ് ലോകേഷിന്റെ പ്ലാൻ. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ലോകേഷിന്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും പുറത്തുള്ള ഡയറക്ടേഴ്സും ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടി എടുത്തു പറയാം, ലോകേഷ് എന്ന ഡയറക്ടർ ഒരു വെറും ഫിലിം മേക്കർ മാത്രമല്ല, അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. ഇതുവരെ ലോകേഷ് ടാർഗറ്റ് ചെയ്തിരുന്നത് ഓരോ ഫിലിം ഇൻഡസ്ട്രീസിനെയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും നല്ല സ്റ്റാർസിനെ തെരഞ്ഞു പിടിച്ച് സ്വന്തം യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ആ ഒരു യൂണിവേഴ്സ് മൊത്തത്തിൽ ഇപ്പൊ LCU എന്ന് പറയുന്നത് ഫുൾ ഇൻഡസ്ട്രീസിനെ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആമിർ ഖാൻ വരെ. ആ ഒരു പ്രോസസ്സ് ഒരു സൈഡിൽ കൂടെ നടക്കും തന്നെ ലോകേഷ് നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് സ്വന്തം ഇൻഡസ്ട്രിയിലുള്ള ഫുൾ ഡയറക്ടേഴ്സിനെയും കൂടി സ്വന്തം യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഐഡിയ ആണ് ലോകേഷ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു നോർമൽ ഡയറക്ടേഴ്സിന്റെ തലയിൽ പെട്ടെന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ചിന്തിക്കുന്നതാണോ? ലോകേഷ് ഇത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് തന്നെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നത്. സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഫിലിംസിൽ കൊണ്ടുവന്നത് പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. പക്ഷേ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഹോളിവുഡ് മാറ്റി നിർത്തുക, അങ്ങോട്ട് പോകുന്നില്ല, നമ്മളുടെ മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ
തമിഴ്, നമുക്ക് കൂടുതൽ അറിയാവുന്ന നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഇൻഡസ്ട്രീസിൽ ആദ്യമായിട്ട് ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആരായിരിക്കും? ക്ലാരിഫൈ ആയിട്ടുള്ള ആൻസർ ഇല്ല. പല സിനിമകളിലും പണ്ടത്തെ പല ഫിലിം മേക്കേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അവരുടെ ഫിലിംസിനകത്ത് പല രീതിയിലുള്ള യൂണിവേഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ വന്നതിന് ശേഷമാണ് ഈ യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കുറെ കൂടി നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇതിന് മുമ്പ് വരെ, ഈ യൂണിവേഴ്സ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു പാർട്ട് 1, പാർട്ട് 2, സീക്വൽ, പ്രീക്വൽ, ഇങ്ങനത്തെ കുറച്ച് പരിപാടീസ്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ബാഹുബലി, KGF, കാന്താര, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സിനിമകൾ. ഇപ്പോഴെന്ന് പറയുന്നത് യൂണിവേഴ്സായി. KGF 1, 2, ഇനി 3 വരാനുണ്ട്. പ്രശാന്ത് നീലിന്റെ തന്നെ സലാറുമായിട്ടൊരു യൂണിവേഴ്സിലേക്ക് കണക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓർക്കാൻ കൂടി വയ്യ. ഓരോ സമയത്ത് ഓരോ ടൈമിൽ ഓരോ ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ യൂണിവേഴ്സും ഇത്രയും യുണീക്ക് ആയിട്ടുള്ള മെത്തേഡുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇതുപോലെ പറയാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നത് മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. നമ്മൾ മലയാളം ഫിലിംസിലേക്ക് വരുന്ന സമയത്ത് നല്ല വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സും അടിപൊളിയായിട്ടുള്ള മേക്കിങ്ങും നല്ല ക്ലാസിക് കണ്ടന്റ്സ് ആണ് നമ്മളെ മോളിവുഡിലുള്ളത്. ഇപ്പോൾ ലാലേട്ടനെ വെച്ചിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്ത ഒരു ഫിലിമാണ് നമുക്കെല്ലാം അറിയാം. നമ്മൾ ഒരുപാട് എക്സൈറ്റ്മെന്റോടുകൂടി കാത്തിരുന്ന് കണ്ട ഒരു ഫിലിമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. ആ ഒരു ഫിലിമിനകത്ത് എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ, അല്ലെങ്കിൽ ആ ഒരു ഫിലിമിന് ആ ഒരു കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഫിലിം ഇന്ന് കാണുന്ന ആ ഒരു ഫിലിം ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയത്. അതിലെ മെയിനായിട്ടും അതിലെ മ്യൂസിക് അവർ കൊടുത്തിരിക്കുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എമ്പുരാനിൽ കണ്ട അതേ ഒരു ഇമ്പാക്റ്റ് ഇല്ലായ്മ വന്നത് മ്യൂസിക് കൊടുത്തിരിക്കുന്ന രീതിയാണ്. അതായത് ഓരോ ഫൈറ്റ് സീൻസിലും അല്ലെങ്കിൽ ഓരോ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് കാണിക്കുമ്പോഴും കാണിക്കുന്ന അതിലെ മ്യൂസിക്കുകൾ വളരെ നാടകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള വളരെ സ്ലോ പേസിലുള്ള BGMസും കാര്യങ്ങളൊക്കെയാണ് ആ ഫിലിമിനകത്ത് കൊടുത്തത്. പക്ഷേ അങ്ങനെ തന്നെയാണ് ആ ഒരു ഡയറക്ടർ അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമ ഒരു കോമിക് ബുക്ക് പോലത്തെ, ഒരു അമർ ചിത്രകഥ പോലത്തെ ഒരു ഫിലിമാണ്. ഓൾറെഡി LJP ആ ഒരു രീതിയിലാണ് ആ ഫിലിം പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു രീതി തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ ഒരു കാര്യം അവിടെ മിസ്സായിപ്പോയി. ലോകേഷിനെ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫാൻസിനെ നോക്കണം, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കണം, ഒപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് എനിക്ക് വിഷ്വലി കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഈ 3 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. മലയാളം സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരെണ്ണമേ എപ്പോഴും വർക്കാവാറുള്ളൂ. വളരെ റെയറായിട്ടുള്ള സിനിമകളിൽ മാത്രമേ ഈ 3 കാര്യം ഒരുപോലെ കിട്ടുന്നതുള്ളൂ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ലേറ്റസ്റ്റ് വന്ന തുടരും. ഈ 3 കാര്യങ്ങൾ ഒരുപോലെ ബാലൻസ് ചെയ്ത് ഫിലിംസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഒരു ആക്ടറിൻ്റെ ഫാൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്നത് ഇതൊരു ഫാൻസ് ട്രിബ്യൂട്ട് മാഷപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് ലോകേഷ് പോലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സ്. ഫാൻസിന് വേണ്ടത് അതിനകത്തുണ്ടാവും, കൊമേഴ്ഷ്യലായിട്ട് ഒരു ഫിലിം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സും അതിനകത്ത് ഉണ്ടാവും. ഒപ്പം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്ന നിലയ്ക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ആ ഒരു ഫിലിമിനെ ഔട്ട് വരുന്നത്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് പുതിയതായിട്ടുള്ള കുറച്ച് യൂണിവേഴ്സുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ലോക എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ നെയിമാണ്. അതിൽ ചാപ്റ്റർ 1 ആയിട്ടുള്ള ചന്ദ്ര എന്ന് പറയുന്നതാണ് ആദ്യത്തെ സിനിമ. അതിനകത്ത് നസ്ലിൻ, കല്യാണി പ്രിയദർശൻ ഇവർ രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ മലയാളത്തിൽ ഈ ഹോളിവുഡിലൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ്, അതായത് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ കാണിക്കുന്ന രീതി, അതായത് നമ്മൾ ഇന്ത്യൻ ടച്ചിൽ സൂപ്പർ ഹീറോസിനെ കാണിക്കുന്ന ഒരുപാട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ പറക്കും പപ്പൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ പോലെ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ ടച്ചുള്ള അല്ലെങ്കിൽ നമ്മളെ മലയാളീകരിച്ച ഒരു ടച്ചുള്ള സൂപ്പർ ഹീറോസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ലോക എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളെ മലയാളത്തിൻ്റെ ഒരു ടൈപ്പ് ക്യാരക്ടർ അല്ല. ആ ഒരു ക്യാരക്ടറിന് ഒരു നമ്മളുടെ ബാറ്റ്മാൻ പോലത്തെ അല്ലെങ്കിൽ നമ്മളെ സിനിമകൾ ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലുക്കും ആ ഒരു അപ്പിയറൻസും അവർ റീസെൻ്റ്ലി ആ ഒരു ടീസർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷൻ അവർ ഇരട്ടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടുള്ള വിഷ്വൽസ്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അത്രയ്ക്ക് ക്വാളിറ്റി, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഫിലിം എടുത്തിരിക്കുന്നത്. ഈവൻ ആസ്പെക്ട് റേഷ്യോ പോലും അവർ എടുത്തിരിക്കുന്നത് ആ ഒരു ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഐമാക്സ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് സീരീസ് പോലെ നെറ്റ്ഫ്ലിക്സിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു സിനിമയായിട്ട് തന്നെ റിലീസാണോ അതോ OTT നെറ്റ്ഫ്ലിക്സ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ ആ ഒരു ടീസർ വന്നത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അതിനകത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഫൈറ്റും ഒക്കെ വരുന്നുണ്ട്. അത് ലേഡി സൂപ്പർ ഹീറോയും കൂടി ആവുന്ന സമയത്ത് അത് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള യൂണിവേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിലുള്ള മറ്റ് യൂണിവേഴ്സ് വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റും കൂടി ആയിരിക്കും ഇത്. ആ ഒരു ടീസർ വന്നതോടുകൂടി ആ ഒരു ഫിലിമിനോടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ദുൽഖറിനെ വേണമെങ്കിൽ ഒരു റെട്രോ സ്റ്റാർ എന്ന് വേണമെങ്കിൽ ടാഗ് ലൈൻ ഇട്ട് വിളിക്കാം. കാരണം
റെട്രോ ആയിട്ട് ചെയ്യുന്ന എല്ലാ ഫിലിംസും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫിലിംസ് ആണ്. സീതാരാമം ആയാലും ലക്കി ഭാസ്കർ ആയാലും ഇപ്പോൾ വരാൻ പോകുന്ന കാന്ത ഇനി എന്താവും, അത് ഞാൻ വിളിച്ചത് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം കരുതിയത്. ഇതൊരു കളർ ഫിലിം ഒപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു ഫിലിമാണ്. എന്തായാലും സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ പറയുന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. ദുൽഖറിന്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻസ് ഇപ്പോൾ കറക്റ്റ് വേയിലൂടെയാണ് പോകുന്നത്. ഇതേ മെത്തേഡ് തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചെക്കൻ ചരിത്രം ആവർത്തിക്കട്ടെ, അങ്ങനെ പോട്ടെ. കാന്ത എന്ന് പറയുന്ന ഫിലിമിൻ്റെ ടീസർ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തന്നു. അതിൻ്റെ ഒരു ഹൈപ്പ് വീണ്ടും അത്രയും ആക്ടിങ് ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിമായിരിക്കും. അത് നമുക്ക് ആ ഒരു ടീസറിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഇടിയോട്ടായിട്ടുള്ള മറ്റു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.